നമസ്തേ. നമ്മളുടെ പ്രാണിക് ബോഡി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ സബ്റ്റിൽ എനർജി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഊർജം അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ജീവനാധാരമായിട്ടുള്ള ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് ജീവന്റെ ഫോഴ്സ്. ഈ ഒരു ഊർജം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവരണമായിട്ട് വർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രഭയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയ്ക്ക് വളരെ ശക്തിയുണ്ട്, നല്ല ഗ്രേസ് ഉണ്ട് എന്നൊക്കെ ആളുകൾ പറയും. ഇത്തരത്തിലുള്ള നമ്മുടെ ഓറ അല്ലെങ്കിൽ പ്രാണിക് എനർജി, സബ്റ്റിൽ ബോഡി, ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന സംഗതികളൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. കാരണം ഇത് മെറ്റീരിയലിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതായിട്ടുള്ള ഏതൊരു സംഗതിക്കും ബിയോണ്ട് ആണ്. ഒരുപക്ഷെ ഭാവിയിൽ പാരാസൈക്കോളജിക്കോ മെറ്റഫിസിക്സിനോ മാത്രം ഉത്തരം നൽകാനായിട്ട് കഴിയുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ സബ്റ്റിൽ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സെൻസിനപ്പുറത്താണ്, ബിയോണ്ട് അവർ സെൻസസ് ആണ്. ഇത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ സെയിം ടൈം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനം ഇതൊന്നും ആത്മീയതയിലില്ല. ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം ഹിയർ ആൻഡ് നൗ, പ്രസന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈം, സ്പേസ് എന്നുള്ള സംഗതികൾക്കും ബിയോണ്ട് ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൻസസിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു സംഗതി നമ്മുടെ ചുറ്റുവട്ടത്ത് ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്പിരിച്വലി അല്ലെങ്കിൽ ഒരു സിക്സ്ത് സെൻസ്, നമ്മുടെ സെൻസസിന് ബിയോണ്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക തന്നെ വേണം. ആത്മീയതയിലേക്ക് വിളിയുള്ള ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ പെർസീവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബോധമണ്ഡല വികാസത്തിലൂടെ ആ ഒരു ഡയമെൻഷൻസിലേക്ക് പ്രവേശിക്കാനോ സാധിക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു ലോകമാണത്. എങ്ങനെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും എന്നത് തന്നെയാണ്. വൺസ് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചുപോക്കുമില്ല. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നതിന് പോലും അത്തരത്തിലുള്ള ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സിങ്ക്രോണിസിറ്റി, ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, മുൻപ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓറയുടെ ശക്തി കൂടുമ്പോഴുള്ള പ്രത്യേകതകളോ അല്ലെങ്കിൽ കുറയുമ്പോഴുള്ള പ്രത്യേകതകളോ അങ്ങനെയൊന്നുമല്ല. എന്താണ് നമ്മുടെ ലൈഫ് ഫോഴ്സിനെ ഡ്രെയിൻ ചെയ്യുന്നതായിട്ടുള്ള സംഗതികൾ, ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മുടെ തന്നെ മനസ്സിൽ തെളിഞ്ഞു വരും. കാരണം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ ഡിഫറൻ്റ് ആണ്. കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഈ പറയുന്ന ലൈഫ് ഫോഴ്സിനെ, പ്രാണിക് എനർജിയെ, നമ്മുടെ ഓറയെ ഡ്രെയിൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ലേവറി മെട്രിക്സ് ജോബാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തത്തിന്റെ സ്വഭാവമുള്ള ഒരു ജയിലിനുള്ളിലെ പോലെ നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ജോലികൾ. ഈ ജോലി എന്ന് പറയുന്നത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പണിയെടുക്കുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ടും ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ പെട്ടുപോയത് കൊണ്ടും നമ്മൾ നമ്മളെ തന്നെയോ ചുറ്റിനുള്ളവരെയോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്കോ അല്ലെങ്കിൽ അതിനു മുൻപോ നമ്മൾ ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഫോർ എക്സാമ്പിൾ 6 മണിക്കോ 7 മണിക്കോ നമ്മൾ ഇറങ്ങുകയാണ്. അതിനുശേഷം ടെൻഷനുള്ള ഈ ജോലിയിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുകയും വൈകുന്നേരം 8 മണിക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് റിലീസ് ആകുന്നത്. നമ്മൾ ഈ ജോലിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ചെയ്യുന്നത്, വളരെ കഷ്ടപ്പെട്ട് അതിനെ ശപിച്ചുകൊണ്ടും സ്വയം ശപിച്ചുകൊണ്ടും ഈ ജീവിതത്തിനെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ സ്ട്രെസ്സിനുള്ളിൽ ആൻഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഈ ജോലി, ഒരു മാസം മുഴുവൻ, ആ മാസത്തിൽ ചിലപ്പോൾ 1, 2, 3 അവധികൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഈ അവധികളിലും ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഈ ജോലിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ടെൻഷൻ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ടെൻഷനായിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ മനുഷ്യന്റെ ശരീരം കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിൽ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ആത്മീയതയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് ഫോഴ്സിന്റെ ശക്തി കുറയുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ പ്രാണിക് എനർജിയുടെ, നമ്മുടെ ഓറയുടെ ശക്തി കുറയുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ചക്രങ്ങൾ വീക്ക് ആകുകയും ഇംബാലൻസ് ആകുകയും ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ സ്ലേവറി മെട്രിക്സ് ജോബിൽ നിന്ന് എന്താണ് എന്റെ പാഷൻ, എന്റെ കർമ്മം എന്താണ്, എന്റെ സോളിന്റെ പർപ്പസ് എന്താണ്? യുവർ സോൾ പർപ്പസ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എവരിത്തിങ്. കാരണം അതാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമുക്ക് ഇതിന്റെ പരിഹാരം. ഈ പരിഹാരം ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയിരിക്കുന്ന ജോലിയെ എറിഞ്ഞു കളയാനല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ അത് നമ്മുടെ ജീവിതത്തിനെ നന്നാക്കുന്നതിന് പകരം നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇത്രയും കഠിനമായിട്ട് പണിയെടുത്തിട്ടും മാസം ലഭിക്കുന്നത്. 20,000-ഓ 25,000-ഓ ആയിട്ടുള്ള തുച്ഛമായിട്ടുള്ള പണവും അത് നമുക്കിവിടെ ജീവിതം ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് നമ്മളെ സഹായിക്കാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥ. നമുക്ക് ഇനഫ് റിലാക്സേഷൻ അല്ലെങ്കിൽ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമയങ്ങളൊന്നും ലഭിക്കുന്നില്ല.
വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ജോലിയെ കുറിച്ചിട്ടുള്ള ടെൻഷനാണ്. മെക്കാനിക്കലായിട്ട് നമ്മൾ ഉറങ്ങുന്നു, ആ ഉറക്കത്തിന്റെ ക്വാളിറ്റി പോലും നമ്മുടെ ഓറയുടെ ശക്തിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് അടുത്തതായിട്ടുള്ള കാരണവും. പുവർ സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പിന്റെ ക്വാളിറ്റി വളരെയധികം ഇല്ലാതാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് വളരെ ക്ഷീണം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ കൊഗ്നീഷനെ അത് വളരെയധികം ഹിൻഡർ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം മുതൽ നിങ്ങളുടെ ചെറിയ കാര്യങ്ങളെ വരെ നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഹീലിംഗ് നടക്കുന്നത്. എസ്പെഷ്യലി REM സ്ലീപ്പിന്റെ സമയത്താണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള ഹീലിംഗ് നടക്കുന്നത്. അത് നമുക്ക് ഇനഫായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ 8 to 9 hours നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉറക്കം കിട്ടേണ്ടതായിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ് കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജോലിയുടെ ടെൻഷനും പകൽ സമയം മുഴുവൻ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ചെലവഴിക്കുന്നത് കൊണ്ട് ഉറക്കത്തിന്റെ ഈ ക്വാളിറ്റി കുറയുകയും അത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ഓറയുടെ ശക്തിയെ കുറയ്ക്കുന്നതിലൂടെ, നമ്മളുടെ ലൈഫ് എനർജി അല്ലെങ്കിൽ പ്രാണിക് എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നതിലൂടെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലൈഫ് ഫോഴ്സിന്റെ ശക്തി കുറയ്ക്കുന്നതായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ആണ്. ആൻസൈറ്റി എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെൻഷൻ ആയിട്ടുള്ള അവസ്ഥയാണ്. ഈ സ്ട്രെസ് രണ്ട് വിധത്തിലുണ്ട്, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും ഉണ്ട്. യൂസ്ട്രെസ് നമുക്കൊരു പരിധി വരെ ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുഖമുള്ള ഒരു ബുദ്ധിമുട്ടാണ്, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. ബട്ട് നമ്മളെ വളരെയധികം സ്ട്രെസ് വേട്ടയാടുന്നുണ്ടെങ്കിൽ, ആൻസൈറ്റി വേട്ടയാടുന്നുണ്ടെങ്കിൽ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജീവിതം തനിയെ മെച്ചപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വളരെയധികം മാറി മറിഞ്ഞിരിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയിലും ഭക്ഷണം കഴിക്കുന്നു, 4 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ഭക്ഷണത്തിലും നമ്മൾ മീറ്റ് ഐറ്റംസ് ഒക്കെ വളരെയധികം ഉപയോഗിക്കുന്നു. ആവശ്യത്തിലധികമായിട്ട് വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മളെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്തരത്തിലുള്ള പൂർ ഡയറ്റ് നമ്മൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ജ്ഞാനി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 4 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി, 5 നേരം ഭക്ഷണം കഴിക്കുന്നവൻ പോയി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഏറിയാലും അല്ലെങ്കിൽ ആ ഡയറ്റ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കിക്കൊണ്ട്, ചില ആളുകൾക്ക് ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയായിരിക്കും. ചിലർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്പാൽപമായിട്ട് കഴിക്കേണ്ടതുണ്ടായിരിക്കും. പച്ചക്കറിയും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളും ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ജങ്ക് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയിലാണോ? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത രീതിയിലുള്ള പാനീയങ്ങളും മറ്റു രീതിയിലുള്ള കെമിക്കൽ ചേർത്തിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങളും കേടാകാതിരിക്കാനായിട്ടും മറ്റും പല രീതിയിലുള്ള മാരക വസ്തുക്കൾ ഉപയോഗിച്ച ഭക്ഷണങ്ങളും ഒക്കെ ഇന്ന് നമ്മളുടെ ചുറ്റിനും കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്റെ ശരീരത്തിന്റെ കുറവുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്റെ ശരീരത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കണ്ടറിഞ്ഞുകൊണ്ട് ശരീരത്തിനെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയെയും പ്രകൃതിയെയും ലിസൺ ചെയ്യുക എന്നുള്ളതാണ് അവയുടെ ദുരന്തങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുവാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വന്നു, നമ്മൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെയോ സപ്പോർട്ടോട് കൂടി നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പ്രാണിക് എനർജി ഡ്രെയിൻ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തന്നെ കരയിലേക്ക് പിടിച്ചു കയറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ കഴിക്കലുകളിൽ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എനർജിയുടെ ആ ഒരു തോത് വർദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരീരത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിജയിക്കുന്നുണ്ടോ? ഫിറ്റ്നസ് എന്ന് പറയുന്ന സംഗതിയാണ് അടുത്തതായിട്ട് വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സമയത്ത് തന്നെ അതിനെ കൂടുതൽ ഫിറ്റ് ആക്കി എടുക്കാനായിട്ട് എനിക്ക് വാക്കിംഗ് ആണോ, മറ്റു രീതിയിലുള്ള എക്സസൈസുകളാണോ, അല്ലെങ്കിൽ ജിംനേഷ്യം ആണോ, യോഗയാണോ, പ്രാണായാമം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരാളുടെ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ പ്രാണിക് എനർജിയെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ടും ശക്തമായിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഹൈലി ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അടുത്തതായിട്ടുള്ളത് നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, എപ്പോഴും പരാജയത്തെക്കുറിച്ചും നെഗറ്റിവിറ്റീസിനെ കുറിച്ചും ദാരിദ്ര്യത്തിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പരാജയത്തിലേക്ക് പോകും. അത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ചുറ്റിനുമായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകും. ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ആയിരിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള എൻവയോൺമെന്റിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക. ഒരു രക്ഷയുമില്ലാത്ത പക്ഷം പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നത് പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആളുകളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അസഹിഷ്ണുരാകാനോ അല്ല ഞാനിവിടെ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ് ഇതിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. ഞാൻ സംസാരിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കേവലം ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഭക്തിമാർഗത്തിലൂടെയോ അത്തരത്തിലുള്ള ഒരു നടത്തത്തിനെ മാത്രമല്ല. മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, നമ്മളുടെ മനസ്സ്, ശരീരം, ആത്മാവ്, നമ്മുടെ ചുറ്റുപാടുകളെ ഒക്കെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് വരികയും അങ്ങനെ ഒരു ജ്ഞാനോദയത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതുമായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്റ്റേജിനെ കുറിച്ചാണ്. ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് എത്തുന്നതിന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റുന്ന സമയത്ത് നമ്മുടെ എനർജി വർദ്ധിക്കും. അല്ലെങ്കിൽ എനർജി വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നീന്തിപ്പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ബ്ലോക്കായി കിടക്കുന്ന ചക്രങ്ങളാണ്. നമ്മളുടെ ശരീരത്തിൽ 7 ചക്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ചക്രത്തിന്റെയും പർപ്പസും ഓരോ ചക്രങ്ങളിൽ എനർജി എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏത് ചക്രയാണെങ്കിലും, ഏത് ചക്രമാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്, നമുക്ക് വളരെ ലോ സെൽഫ് എസ്റ്റീമാണ്. ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ആളുകളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രോബബിളി നമ്മളുടെ ത്രോട്ട് ചക്രയിലായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ വിശുദ്ധ ചക്രയിലായിരിക്കും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ ഹീല് ചെയ്യാനായിട്ട് സാധിക്കും? ചക്ര മെഡിറ്റേഷൻ നമ്മളെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ചക്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മന്ത്ര മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗയാണ് നമ്മളുടെ എല്ലാ ചക്രങ്ങളെയും ബാലൻസ് ചെയ്യുന്നതിലും നമ്മളുടെ ചക്രങ്ങളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലും ഓപ്പൺ ചെയ്യുന്നതിലും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ ചക്രങ്ങളും ബാലൻസ്ഡ് ആയതിനു ശേഷം, ആക്ടിവേറ്റ് ആയതിനു ശേഷം, ഓപ്പൺ ആയതിനു ശേഷം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വളരെ എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ആനന്ദ നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവേക്കനിങ്സ് നടക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും അല്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ എൻലൈറ്റൻമെന്റിന്റെ വെളിച്ചം നമുക്ക് ദൃശ്യമാകുന്നതും നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു വരാനായിട്ട് ഒരു ഡാമിൽ ജലം കെട്ടി നിൽക്കുന്നത് പോലെ ഹയർ സോഴ്സിൽ നിന്നുള്ള എനർജീസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അനുവദിക്കുന്ന സമയത്ത് നമ്മളുമായി എനർജിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, നമുക്ക് വേണ്ടത്ര ജോയ്, ഹാപ്പിനെസ്, എൻജോയ്മെന്റ്, റിഫ്രഷ്മെന്റ്, റിലാക്സേഷൻ ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഫോഴ്സിന്റെ ശക്തിയെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ളത് ആനന്ദമയ കോശം അല്ലെങ്കിൽ ആനന്ദമാണ്. ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയാണ് ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥകൾ ആത്മാവിന് നമ്മൾ നൽകുക എന്നുള്ളത്, അതിന് വിലങ്ങുതടിയായിട്ട് നമ്മളുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള അഡിക്ഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ലസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുകയോ അതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിലീഫ്, റിലാക്സേഷനും സന്തോഷമൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷേ ആത്മാവിനെ, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴാണ് സന്തോഷം ലഭിക്കുന്നത്? എന്തെന്ത് കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ആനന്ദം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അവനവന് തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കുറയുന്ന സമയത്തും നമ്മുടെ ലൈഫ് ഫോഴ്സിന്റെ എനർജി കുറഞ്ഞ് താഴേക്ക് പോകുമെന്നുള്ളതാണ്. നമ്മൾ ദുഃഖിതനായിട്ട് മാറുമെന്നുള്ളതാണ്. നമ്മുടെ ചക്രങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ലക്ഷ്യമില്ലാത്തതായിട്ടുള്ള ജീവിതം, ആത്യന്തികമായിട്ട് എന്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ലക്ഷ്യമില്ല. ആകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം, ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് അതിന്റെ പണത്തിൽ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടുക എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ച ആളുകളാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്ന സമയത്ത് ചുറ്റിനുമുള്ള ആളുകൾ എത്ര ശബ്ദമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുകയില്ല. ചില സമയങ്ങളിൽ എനിക്കെതിരെ വരുന്നതായിട്ടുള്ള സംസാരങ്ങൾ അമ്പിളിയമ്മാവനെ നോക്കി ഒരു നായ കുരയ്ക്കുന്നതിന് സമാനമാണ് എന്ന്
കണ്ടുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ പർപ്പസിലൂടെ നടക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഭയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഒന്നും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പർപ്പസ്, ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്താൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തും തീർച്ചയായിട്ടും നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും, ലൈഫ് ഫോഴ്സിന്റെ ശക്തി കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യോഗ, പ്രാണായാമ, മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആത്മീയപാതയിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ റീചാർജിങ് സെന്ററുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ടെമ്പിൾസ് എന്ന് പറയുന്നത്, അവിടെ പോയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രാചീന വാസ്തുവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതായിട്ടുള്ള നിർമ്മിതികൾ, നമുക്ക് ആ സമയത്ത് സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ കോസ്മിക് എനർജി നമ്മളിലേക്ക് ഫില്ലാകും. ആ സമയത്ത് അവിടെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ റീചാർജ്ഡ് ആവുകയാണ്. അതുപോലെ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മുടെ ശരീരം തന്നെ ഒരു ടെമ്പിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെയാണ് റിസീവർ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള എനർജീസിനെ റിസീവ് ചെയ്യാൻ പാകത്തിന് നമുക്കുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ചക്ര ബാലൻസിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ. ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ബിയോണ്ട് റിലീജിയൻ, ഇതൊന്നും ഒരു മതത്തിന്റെ കാര്യമല്ല. ഇതിനപ്പുറത്തേക്കൊരു വലിയ സംസ്കാരം, നമ്മളുടെ പൈതൃകം നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രാചീന കാലത്തുണ്ടായിരുന്ന നമ്മളുടെ ഗുരുക്കന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരു 20 മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ചിന്തകളിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ മുഴുകിയിരിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസുകൾ നമുക്ക് ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. യോഗ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളും ആവശ്യങ്ങളും നമ്മുടെ ആത്മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്, കർമ്മം, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് മാറി മറിഞ്ഞിരിക്കും. ഇതൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത്, ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഇല്ലാതെ വരുന്ന സമയത്ത് കേവലം ആചാരങ്ങളും മതാനുഷ്ഠാനങ്ങളും മാത്രം നമ്മളെ എനർജൈസ് ചെയ്യുകയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അവസരങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, മതത്തിൽ വലിയ ഭക്തിയും വലിയ സംഗതികളും ഒക്കെ കാണിച്ചും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ജീവിതത്തിൽ ചലഞ്ചസ് വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനാവാതെ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ ആത്മീയതയുടെ പാതയിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ മതങ്ങൾക്കപ്പുറത്താണ്. അതിനപ്പുറത്തുള്ള ആത്മീയത എന്ന് പറയുന്നത്, അവിടെയാണ് ദൈവമുള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓരോ മതങ്ങളും ദൈവത്തെ പേരിട്ട് വിളിച്ചിട്ട് ഈ പേരിൽ മാത്രമാണ് ദൈവമുള്ളത് എന്ന് പറയുന്ന സമയത്ത്, മറ്റൊരുവന്റെ ദേഹത്തേക്ക് അതിനെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത്, എന്റെ മതത്തിൽപ്പെട്ടവൻ അല്ലാത്തവനെയൊക്കെ വർഗീയ ബുദ്ധിയോടെ കാണുന്ന സമയത്ത് ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കുക. മതത്തിനപ്പുറത്തെ ദൈവത്തിനെ അറിഞ്ഞുകൊണ്ട്, ആ ദൈവത്തിന്റെ ഊർജ്ജം നമ്മളുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ലൈറ്റ് വർക്കേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എർത്ത് ഏഞ്ചൽസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.